ഹായ് ഗായ്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോളേജസും സ്കൂളൊക്കെ ഇന്ന് റീഓപ്പൺ ചെയ്യുവാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ ഇപ്പം എണീറ്റുള്ളൂ. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് എന്നെ എണീപ്പിച്ച് എടി ഇന്ന് യൂണിഫോമാണ്, അന്ന് നീ ഇട്ടുപോലെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരരുതെന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് എണീപ്പിച്ചു. നമുക്ക് ആദ്യം തന്നെ യൂണിഫോം തേക്കണം. ഞാൻ തേക്കാറൊന്നുമില്ല, പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ അങ്ങനെ തേച്ചിട്ട് പോകാമെന്ന് ഓർത്തു. പിന്നെ ഇനി ടാഗും ബാഗും ഒക്കെ എവിടെയാണ് തപ്പണം, പിന്നെ അതിലുള്ള ഓട്ടോ ആയിരിക്കും. ഇനി എല്ലാം പോയി ഒന്നേം തുടങ്ങണം. ഇതൊക്കെ എനിക്ക് കയറുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് ഒരു മന്ത് ആയല്ലോ കോളേജിൽ പോയിട്ട്. അപ്പം മിക്കവാറും ഇത് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നായോണ്ട് റെഡി ആവണ വീഡിയോ ഞാൻ എടുത്തില്ല. ക്വിക്കായിട്ട് ഒന്ന് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തിട്ട് നേരെ സ്റ്റാൻഡിലോട്ട് ഇട്ടു. അവിടെയാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ആരും വന്നില്ല. ഒരു നിമിഷമാണെങ്കിലും ഞാൻ ഇന്ന് ക്ലാസ് ഇല്ലാന്ന് പ്രതീക്ഷിച്ചു പോയി. പിന്നെ എൻ്റെ കോളേജിലോട്ട് എത്തണമെങ്കിൽ പെരിയ പെരിയ കാടും മലയും പുഴയും ഒക്കെ കടന്നു വേണം ചെല്ലാൻ. പിന്നെ ഈ പിള്ളേരെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം വരുന്നത്. ഇനി എന്തോരം പഠിച്ചാലാ. കുറെ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ നമ്മൾ നേരെ എഡ്യൂക്കേഷൻ തിയേറ്ററിലോട്ടാണ് പോയത്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഒഫീഷ്യൽ പരിപാടിയിലേക്ക് ചെന്നു. തിരി എത്തിച്ചുകൊണ്ട് പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു. എല്ലാവരുടെയും കറികൾ നല്ല കളർഫുൾ ആയിരുന്നു. എന്റെ ഈശോയെ, ഇത് എന്തിന്റെ കുഞ്ഞാണോ? ദേ പോണ അടുത്തത്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ഇറങ്ങി. കൗതുകം ലേശം കൂടുതലാണേ. ആ നെറ്റ് അവിടെ ഇട്ടേക്കണ എന്തിനാന്ന് ആലോചിച്ച് കുറച്ചേരം അവിടെ നിന്നു. കൊതുക് അടിക്കാൻ തുടങ്ങിയപ്പം പിന്നെ നിന്നില്ല, കേറി പോന്നു. ഇച്ചിരി നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ ബസ്സിന് കയറി വീട്ടിൽ പോന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.